ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഞങ്ങൾ മീൻസ് എൻ്റെ അനിയത്തിയും എൻ്റെ അപ്പാപ്പൻ്റെ കുട്ടിയുണ്ട് കേട്ടോ, മകളുണ്ട്. ഒരു ബാക്കിലാണ്, ഞാൻ മുന്നിൽ നടന്നിങ്ങോട്ട് പോന്നു. അപ്പോൾ ഞാൻ ഓരോന്ന് തിരഞ്ഞു നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, കാര്യമായിട്ടുള്ള കാര്യമാണ് ഗൈസ് ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ ഫോൺ എന്നെ ചതിച്ചു ഗൈസ്. ഒന്നൊന്നര ചതിയൊന്നല്ല തിന്നിട്ടുള്ളത്. കാരണം ഞാൻ ഈ പറയണതൊന്നും കേൾക്കണില്ല. ഒന്നുമല്ല, നമ്മൾ പെട്ടെന്ന് പറയുമ്പം ഫ്രണ്ട് ക്യാമറക്കാട്ടോ പ്രശ്നമുള്ള, ബാക്ക് ക്യാമറയ്ക്ക് ഒരു കുഴപ്പമില്ല. ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ സംസാരിക്കുമ്പം പെട്ടെന്ന് സൗണ്ട് വരും, അതങ്ങോട്ട് പോവും. അതെങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പക്ഷെ അതൊന്നും കിട്ടിയില്ല ഗൈസ്. ഇനി ഞാൻ പറയുമ്പോൾ അത് അതേമാതിരി ആവില്ല. പിന്നെ പറയാൻ മറക്കണ കുറേ കാര്യങ്ങളുണ്ടാവും. അതിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ ഗൈസ്, ഫോൺ എന്തായാലും പെട്ടെന്ന് തന്നെ മാറ്റണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഗൈസ്, അതൊക്കെ പോട്ടെ, നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം. ഞങ്ങളങ്ങനെ ബസ് കയറാൻ വേണ്ടിയാണ് കേട്ടോ പോയോണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാവിൻചോർക്ക് നടക്കുകയാണ് ബസ് സ്റ്റോപ്പിക്ക് വേണ്ടിയിട്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ്റെ ബ്രൈഡ് ട്യൂബിയാണ് ഗൈസ്. അതിനാണ് ഞങ്ങൾ ഡ്രസ് കോഡൊക്കെ ചെയ്ത് വന്നിട്ടുള്ളത്. പർപ്പിൾ ഓർ പിങ്ക് ഷാള്, പിന്നെ വൈറ്റ് ടോപ്പ്, ജീൻ പാൻറ്റ്, അങ്ങനെയാണ് കേട്ടോ ഡ്രസ് കോഡ് വന്നിട്ട്. അപ്പോൾ ഗൈസ്, ഞാനിതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഫോണിൻ്റെ പ്രശ്നം എന്താണെന്ന് കേട്ടോ. ഇപ്പോൾ കേൾപ്പിച്ചു തരാം, നിങ്ങൾ വോളിയം ഫുള്ളിലിട്ട് കേൾക്കണം. ഞാൻ സ്റ്റഡാട്ടിട്ടുണ്ടായിന്, അത് ഞാൻ ഊരിയപ്പോൾ എൻ്റെ ചങ്കിരിയല്ല കമ്മലിൻ്റെ സ്റ്റഡ് പോയി. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കമ്മലിടലില്ലേ. അപ്പോൾ ഇവളെ കമ്മൽ ഞാൻ പഠിച്ചു മാറ്റിയതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് പേട്ടേക്കാണ് കേട്ടോ, ഫറോക്കാണ് ഗൈസ്. അപ്പോൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് ബസ് കയറാൻ വേണ്ടി പോവാണ്. ബസ് എപ്പോഴാണ് വരികയെന്നൊന്നും എനിക്കറിയില്ല, കുറേ കാലമായി ഗൈസ് ബസ്. അപ്പോൾ ഞങ്ങൾ പോണ വയ്യോരാണ് കേട്ടത്. ഞങ്ങളിപ്പോൾ കുറേ മേലെ കയറി, ഞങ്ങൾക്ക് വീട് താഴെയാണ്. ഒരു കയറ്റം കയറി കേട്ടോ, കയറ്റം കയറി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്താ ചിരിച്ചത്. ഞങ്ങളങ്ങനെ കയറ്റം കയറി ബസ് സ്റ്റോപ്പിൽ എത്താനായിക്കണം കേട്ടോ. പിന്നെ ഓള് ചിരിക്കുന്നത് ഞാൻ ഭയങ്കര സൗണ്ട് എടുത്തിട്ടാണ് പറയണത്, കാരണം കേൾക്കാനും വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഓള് ചിരിക്കുന്നുണ്ടായിരുന്ന കേസ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്താ ഫോൺ മാറ്റാത്ത ചോദിക്കരുത്. ഫോൺ പെട്ടെന്ന് തന്നെ മാറ്റും കേട്ടോ, പെട്ടെന്ന് തന്നെ മാറ്റണം ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ സെറ്റ് ആവില്ല കേസ്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ സമയം 4:08 ബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൈം 39. അപ്പം ഹലോ ഗൈസ്, ഇനി ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് അറിയത്തില്ല ഇനി ഞാൻ വീഡിയോ എടുക്കുമെന്ന്. കാരണം ഞാൻ ബസ്സിൽ കയറുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കില്ല. ഇനി അതിൽ കയറിയിട്ട് സീറ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കും. ഓക്കെ, എനിക്ക് ബസ് കയറിയ മടിയാണ്. അപ്പോൾ ഓക്കെ. അങ്ങനെ ഗൈസ്, ഒരു 45 46 എങ്ങാണ്ടായപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടി, സീറ്റും കിട്ടി ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ബസ് ഇറങ്ങി. ഇവിടെ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ, പേട്ടയിൽ. പിന്നെ ഓരിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഫ്റ്റീരിയ വെച്ചിട്ടാണ് കേട്ടോ, കഫ്റ്റീരിയ. അപ്പം അവിടെ നിന്നാണ് ബ്രൈഡ് ട്യൂബ് നടത്തുന്നത്. പിന്നെന്താ ഗൈസ്, ഞങ്ങൾ ആകെ പേടിച്ച്, കാരണം ഞാനിവിടേക്ക് കുറേ ആയി ബസ്സിൽ വന്നിട്ട് കുറേ ആയി. അപ്പം എനിക്ക് ഇവിടെ ആണെങ്കിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പം അറിയില്ല ഇവിടെ തന്നെയാണോന്ന്. അങ്ങനെ ഒരു പള്ളി ഉണ്ട് ഇവിടെ. അപ്പം അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഗൈസ്.
എന്താ എൻ്റെ ബുദ്ധി. അപ്പം ഗൈസ് ഇനി ഓര് വന്നിട്ട് നമുക്ക് എവിടെയാണ് മീൻ ചന്തയിലാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അറിയില്ല അത് എവിടെയാണെന്ന്. അപ്പം ഞങ്ങൾ ബസ് സ്റ്റോപ്പ് നിൽക്കുകയാണ്, ഓരോ കാത്തിക്കണം. ഓരോ വീട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, കുറച്ച് പോകാനുണ്ട്. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് പോകണില്ല, ഓടി ഇങ്ങോട്ട് വരും. പറഞ്ഞൊക്കെ റെക്കോർഡാണ്. അങ്ങനെ ഗൈസ് ഈ കുരിപ്പള കാത്ത് നിൽക്കായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഗൈസ് വരുന്നത്. അതുവരെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലായിരുന്നു. ബൈ ബൈ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഫേക്ക് പോവാണ് കേട്ടോ. ലേഡി ലോഫിൽ പറഞ്ഞിട്ടുള്ളൊരു കഫേയാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി ഗൈസ് അടിപൊളിയാണ്. ഞാൻ ഇതിലൂടെ ഇതുവരെ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഗൈസ്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയിട്ടോ. പിന്നെ കുറച്ച് വേറെ ആൾക്കാരുണ്ട്, ഓരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. അവിടെ കേക്ക് ഇല്ലേലോ, കേക്ക് കഴിഞ്ഞതാ തോന്നുന്നു. എന്തായാലും നമുക്ക് കട്ട് ചെയ്യാനുള്ള കേക്ക് അവിടെ ഇല്ല. ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് അവൈലബിൾ ആണോ ചോദിച്ചിട്ട്. അപ്പോൾ ഒരാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ കേക്ക് ഇല്ല ഗൈസ്. പക്ഷേ ഗൈസ് അവിടുന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാവട്ടെ, നല്ല ആംബിയൻസാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ നമ്മളവിടുന്ന് ഫോട്ടോസ് വരെ എടുക്കാൻ അവർ സമ്മതിക്കില്ല. ജസ്റ്റ് അവിടുന്ന് എന്തെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ ഇവിടുന്ന് കേക്ക് ഞങ്ങൾ വാങ്ങിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോട് ചോദിച്ചപ്പോൾ അതിനും പറ്റൂല ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചങ്ങോട്ട് പോന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കേക്ക് ഷോപ്പ് കിട്ടി. അവിടുന്ന് കേക്കും ഈ ബ്രൈഡ് ട്യൂബിൽ എഴുതിയ സംഭവമൊക്കെ വെച്ച് സെറ്റാക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് ആഘോഷിച്ചു. അല്ലാണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച മാതിരി 1% പോലും നടന്നിട്ടില്ല ഗൈസ്. ഞങ്ങൾ ഉദ്ദേശിച്ച വേറെ എന്തൊക്കെയോ ആണ് നടന്നത്. ഞങ്ങളെല്ലാവരും വേറെ എവിടേക്കെങ്കിലും ബീച്ചിലേട്ടോ എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നാക്കി ലേറ്റായി കേട്ടോ, 7 PM എങ്ങാണ്ട് അയക്കണേ. അതുകൊണ്ട് പിന്നെ എവിടേക്കും പോയില്ല ഗൈസ്. അങ്ങനെ ഗൈസ് കേക്ക് കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോയിട്ടോ. കാരണം ഞങ്ങൾക്ക് പള്ളിക്കസാരം എത്തണം, ഓരോരുത്തർക്കും ഓരോ വഴിക്ക് എത്താനുള്ളതാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കേക്ക് കഴിച്ച് പോന്നു. പിന്നെ കേക്ക് കഴിക്കുന്നത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് കേട്ടോ എടുത്തത്, ഇതിൽ ഞാൻ കാട്ടിയിട്ടില്ല. പിന്നെ നന്നാക്കി ബ്ലോക്ക് ആയിരുന്നു സോറി ഗൈസ്. ഞങ്ങൾ അപ്പോഴേ അവിടുന്ന് പോന്നില്ലെങ്കിൽ ഞങ്ങൾ ഇന്നൊന്നും പെരയിലെത്തൂലായിരുന്നു ഗൈസ്. ഈ ബസ് തന്നെ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. നേരെ പള്ളിക്കസാറിലോട്ടുള്ള ബസ് കിട്ടിയിട്ടോ. ഈ ബസ്സൊക്കെ എപ്പോഴോ പോകേണ്ട ബസ്സാണ്. പക്ഷെ ഞങ്ങളെ ഭാഗ്യം കൊണ്ട് ഗൈസ് ബ്ലോക്ക് ആയാലും വണ്ടിയിൽ ഞങ്ങളെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയിട്ടോ. ഞങ്ങളിന്ന് വർത്താനം പറഞ്ഞൊന്നും കഴിയൂല ഗൈസ്. ഞാൻ അങ്ങനെ വീട്ടിലെത്തി. ടൈം നോക്കി 9:30 ഗൈസ്. 9:30 ഒരു 20 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന്, കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു. എപ്പോൾ തുടങ്ങിയ ബ്ലോക്കാ ഗൈസ്. ഫറോക്ക് കഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് കഴിഞ്ഞത്. മാനാഞ്ചിറല്ല
മാനഞ്ചിറ തന്നെ മീൻചന്ത മുതൽ തുടങ്ങിയ ബ്ലോക്ക് ഗൈസ്. പഠിച്ചോനെ തലവേദന ഒരു തങ്ങ എത്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഫുള്ള് ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാതെ വേറെ പിന്നെ എവിടെയും ഇറങ്ങിയിട്ടില്ല. നേരെ ബസ് ഇറങ്ങി പള്ളിക്കസാർ ബസ് ഇറങ്ങി അവിടുന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയും ഇൻഷാ അള്ളാഹ് കല്യാണം ആയതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പരിപാടികളുണ്ട്. ഇൻഷാ അള്ളാഹ് പെട്ടെന്ന് നമ്മൾ ഒക്കെ സെറ്റ് ആക്കുന്നതാണ്. ഓക്കെ, ഇന്ന് കുറച്ച് അങ്ങനെ അലമ്പും കുലുമ്പും ഒക്കെ ആയി. കാരണം ഒന്നും പെട്ടെന്ന് ഇരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ ബ്രൈറ്റ് ട്യൂബി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയില്ല. കാരണം എക്കാക്കാർ ഞങ്ങളെ കസിൻ ബ്രദേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. 3 ആൾക്കാർ ഗൾഫിലൊക്കെയാണ്. അപ്പോൾ ഗൾഫിലാണ്, പിന്നെ കുറച്ച് ആൾക്കാർ തിരക്കില്ല. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഓരോക്കെയാണ് ഉണ്ടാവലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓരോന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും 2 3 പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയും സെറ്റാക്കാൻ നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.